Hi students, Standard 10th Chapter 1 The World of Designing എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇങ്ക്സ്കേപ്പ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനുള്ളിലെ തിയറി പാർട്ട് ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യാം. ഇതിൻ്റെ അകത്ത് പ്രാക്ടിക്കൽസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ബാനർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഈ ഒരു ബാനറാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. ടെക്സ്റ്റിലെ സ്റ്റെപ്പ് വൈസ് തന്നെ നമുക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ഇങ്ങനെയാണിത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടൂൾസും തന്നിട്ടുണ്ട്. അതുപോലെ ഡ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ സർക്കിളൊക്കെ തന്നിട്ടുണ്ട്. താഴെയായിട്ട് കളർ പാലറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിൻ്റെ താഴെയായിട്ട് ഒരു സ്ക്രോൾ ബാർ കാണാം. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ കളറിനെയും പല ഷെയ്ഡുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ഷെയ്ഡിലാണോ ഡ്രോ ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഡ്രോ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വിൻഡോയിലുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം ഒരു പേജ് ബോർഡർ ഉണ്ട്. നമ്മുടെ ക്യാൻവാസിലായിട്ട് ഒരു പേജ് ബോർഡർ ഉണ്ട്. നമുക്കിതിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇതിനെ ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് ഇതിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഫയലില് ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് അത് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മളിവിടെ കാണുന്നുണ്ട് പേജ് സൈസ് A4 ആണ് ഡിഫോൾട്ട് ആയിട്ട് ഇരിക്കുന്നത്. അതിന്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ നമുക്ക് ഇവിടുന്ന് കൂട്ടുകയൊക്കെ ചെയ്യാം. അതൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ബോർഡർ എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഷോ പേജ് ബോർഡർ എന്നുള്ളത് ടിക്ക് ഉണ്ട്. ആ ടിക്ക് നമ്മൾ ഒഴിവാക്കുമ്പോൾ ഇവിടെയുള്ള പേജ് ബോർഡർ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ പേജ് ബോർഡർ ഇല്ലാത്തൊരു ക്യാൻവാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളോട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സർക്കിൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു ഡ്രോ എ സോസർ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് ക്രിയേറ്റ് സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. അത് യൂസ് ചെയ്തിട്ട് ഒരു ഓവൽ ഹോറിസോണ്ടലായിട്ട് ഡ്രോ ചെയ്യുന്നു. അപ്പം അതിനു വേണ്ടി ഇവിടെയുള്ള സർക്കിൾ ടൂൾ ഇതാണ് ക്രിയേറ്റ് സർക്കിൾസ് എന്നുള്ള ഈ ടൂള്. ഇത് സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ട കളറും സെലക്ട് ചെയ്തു നമ്മളിവിടെ ഡ്രോ ചെയ്യാണ്. അപ്പോൾ ഡ്രോ ചെയ്യുമ്പോൾ ഇവിടെ സർക്കിൾ വന്നിട്ടില്ല. നമ്മൾ കളറൊന്നും എടുത്തിട്ടൊന്നും വരുന്നില്ല. ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നുകൊണ്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പറയുന്നത്. എന്തെങ്കിലും ഇങ്ക്സ്കേപ്പ് വർക്ക് ചെയ്യാണ്ട് വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട മെത്തേഡാണ്. ഇതൊന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒന്നെങ്കിൽ പ്ലേസസ് ഹോം അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഹോം എങ്ങനെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. അതിൽ ഹോം ഓപ്പൺ ചെയ്യുക. അതിൽ റീസെറ്റ് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റീസെറ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ റീസെറ്റ് ഇങ്ക്സ്കേപ്പ് അതേപോലെ നമുക്ക് ലിബ്രെ ഓഫീസ് എല്ലാം റീസെറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽ കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് റീസെറ്റ് ഇങ്ക്സ്കേപ്പ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇങ്ക്സ്കേപ്പ് ഹാസ് ബീൻ റീസെറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലിബ്രെ ഓഫീസ് അങ്ങനെ വർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ ഇവിടെ വന്നിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ. അപ്പോൾ ഇതേപോലെ ആദ്യത്തെ പോലെ ഒരു വിൻഡോ വന്നു. അവിടെ നമ്മൾ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിലെ ഷോ പേജ് ബോർഡർ ഒഴിവാക്കി. ഇത് നമ്മൾ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തു. ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ. അപ്പോൾ ഇതാ സർക്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഡ്രോ ചെയ്തു. ഇനി നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെലക്ട് ദ ഓവൽ യൂസിങ് ദ സെലക്ഷൻ ടൂൾ. അപ്പോൾ ഈ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള ഫസ്റ്റ് ടൂള് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഓബ്ജക്റ്റ് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു സർക്കിളിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് റേഡിയൽ ഗ്രേഡിയന്റ് എവിടെയുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിലുള്ള റേഡിയൽ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ആക്കി മാറ്റണം. അപ്പം അതിനായിട്ട് സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നോ പെയിന്റ് എന്നായിരിക്കും, പെയിന്റ് ഉണ്ടാവില്ല. രണ്ടാമത്തേതാണെങ്കിൽ ഫ്ലാറ്റ് കളർ വന്നിട്ടുണ്ട്. ഫ്ലാറ്റ് കളർ വരാൻ വേണ്ടിയിട്ട് മൂന്നാമത്തത് ലിനിയർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അടുത്തത് റേഡിയൽ ഗ്രേഡിയന്റ്. ഇതാണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റേഡിയൽ ഗ്രേഡിയന്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഗ്രേഡിയന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോഡ് വന്നിട്ടില്ല. സാധാരണ ഇവിടെ ഒരു നോഡ് വരും. അപ്പോൾ നോഡ് വന്നില്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് വരുത്താനായിട്ട്.
ഒന്നെങ്കിൽ ഇവിടെ താഴെയായിട്ട് ടൂൾ ബോക്സിന്റെ താഴെയായിട്ട് ഇവിടെ ഒരു ആരോ കാണാം. ആ ആരോയിൽ സെലക്ട് ചെയ്താൽ ഗ്രേഡിയന്റ് എന്ന് കാണാം. ഗ്രേഡിയന്റ് എടുക്കാം. ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഏതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഈ ഒരു നോഡ് വന്നില്ലെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ തന്നതുപോലെ ഉള്ളില് ഇവിടെ വൈറ്റ് കളറും ഇവിടെ ഡാർക്ക് കളറുമാണ് വേണ്ടത്. അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വന്ന നോഡില് ഇവിടെ കാണുന്ന ഈ സ്ക്വയർ ഉണ്ടല്ലോ, അവിടെ ഒന്ന് സെലക്ട് ചെയ്തു. ഇവിടെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നു. ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുത്തു. ഈ ഒരു സർക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡാർക്ക് കളർ കൊടുക്കുന്നു. ഇനി നമുക്കത് തന്നതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഈ ഒരു സർക്കിൾ നോഡ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്ക് പിക്ചർ തന്നതുപോലെ അത് അറേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇതിന്റെ നോഡ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പൊ ഏതാണ്ട് നമ്മുടെ ഇതിലെ ടെക്സ്റ്റിലുള്ളതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു സർക്കിളും കൂടി ഡ്രോ ചെയ്യാനാണ്. അപ്പൊ അതിനായിട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടി ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇതിന്റെ എഡിറ്റില് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് അതേപോലെ ഒരു സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ എഡിറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഡി പ്രസ് ചെയ്താലും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇല്ലെങ്കിൽ ഇതിന്റെ റൈറ്റ് ക്ലിക്കില് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന മെത്തേഡ് ആ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. അതിനുശേഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരേപോലെ നമുക്ക് ആ സർക്കിൾ ചെറുതാക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് കീ ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് കീ കീബോർഡിൽ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ചെറുതാക്കുന്നു. അപ്പൊ ഇതാണ്ട് ഇവിടെ ഒരു സർക്കിൾ ചെറുതായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സർക്കിളിൽ നമുക്കിനി വേണ്ടത് എങ്ങനെയാണ്, ഇതേപോലെയാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, സെന്ററിൽ ഡാർക്ക് കളറും സൈഡിലേക്ക് ലൈറ്റ് കളറുമാണ് വേണ്ടത്. അപ്പൊ അതേപോലെ നമുക്ക് ആക്കാം. വീണ്ടും റേഡിയൽ ഗ്രേഡിയന്റ് എടുത്തു. ഇപ്പൊ ഇവിടെ നോഡ് കാണിക്കുന്നില്ല, വേണമെങ്കിൽ ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നോഡ് വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് നമ്മൾ തന്നതുപോലെ വൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. ഈ സർക്കിൾ ക്ലിക്ക് ചെയ്തു, വൈറ്റ് ഷെയ്ഡ് കൊടുത്തു. ഈ സ്ക്വയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ പിക്ചർ തന്നതുപോലെ ഇനി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. അതുകൊണ്ട് ആ പിക്ചർ തന്നതുപോലെ ഉണ്ട്. ഇനി ഒരു സർക്കിളും കൂടി വേണം. ആ സർക്കിളിന് ഒരു സ്ട്രോക്ക് പെയിന്റ് യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡർ വരണം. അതാണ് ഇനി അടുത്തത് വേണ്ടത്. അപ്പൊ വീണ്ടും നമുക്കിത് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം. റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. ഇവിടെ ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഒന്ന് ചെറുതാക്കി. ഇനി ഇതിനിവിടെ ഒരു ബോർഡർ ആണ് വരുത്തിക്കേണ്ടത്. അപ്പൊ ആ ബോർഡർ വരുത്താൻ വേണ്ടി നമ്മൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അവിടെ സ്ട്രോക്ക് പെയിന്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പൊ ഈ സ്ട്രോക്ക് പെയിന്റ് എടുത്തു. ഇവിടെ നമുക്ക് അവിടെ കാണാം നോ പെയിന്റിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ഫ്ലാറ്റ് കളർ സെലക്ട് ചെയ്തു. അവിടെ നമുക്ക് വേണ്ട ഒരു കളർ, ഇവിടെ അതില്ലെങ്കിൽ വീൽ എടുക്കുന്നു. അതിനുള്ളിൽ നമുക്ക് വേണ്ട കളർ ഇപ്പൊ ഏതാണോ, ഒരു ഡാർക്ക് മെറൂൺ ആണ് വേണ്ടത്, അതെടുത്തു. അതിപ്പോ ഇവിടെ കാണുന്നില്ല, ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ. നമുക്കത് കൂടുതൽ എന്താണ് അതിന്റെ വിഡ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്, ബോർഡറിന്റെ വിഡ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് സ്ട്രോക്ക് സ്റ്റൈലാണ്. അപ്പൊ സ്ട്രോക്ക് സ്റ്റൈലിൽ നമ്മളൊരു 2 കൊടുത്തു നോക്കുന്നു. അപ്പൊ ഇതാണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. 2 കൊടുത്തപ്പോ ഇതുപോലെ വന്നിട്ടുണ്ട്. നമുക്കിനി ചെറുതാക്കണമെങ്കിൽ ഇവിടെയുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്തു. അപ്പൊ ഇത്രയും പറഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന താഴ്ഭാഗത്തായിട്ടൊരു സർക്കിളും കൂടി വേണം. അപ്പൊ അതും കൂടി വരയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സർക്കിൾ ഇവിടുന്ന് ഡ്രോ ചെയ്യാണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ സർക്കിൾ ഇതിന്റെ മുകളിലായിട്ടാണ് വന്നത്. അപ്പൊ ഈ സർക്കിളിനെ നമുക്ക് ഇതിന്റെ പുറകിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള ഒബ്ജക്റ്റ് എന്നുള്ളതില് ലോവർ ടു ബോട്ടം, ഏറ്റവും താഴേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ലോവർ ടു ബോട്ടം. അല്ല നമുക്ക് ഒരു പടി താഴോട്ട് പോയാൽ മതിയെങ്കിൽ ലോവർ കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ലോവർ ടു ബോട്ടം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ ഒന്നും കൂടി അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് കൂടുതലായിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ കീബോർഡിലെ ആരോ കീ യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഗ്രൂപ്പ് ചെയ്യണം. ഇതെല്ലാം പല ഇതിലാണ് ഉള്ളത്, ഓരോ ലെയർ ആയിട്ടാണ് ഉള്ളത്. ഇതിനെ ഫുള്ളായിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ടൊരു പിക്ചറായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളിവിടെ ചെയ്തു വെച്ചു. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കപ്പ് ഡ്രോ ചെയ്യാനാണ്. അപ്പം അതിനായിട്ട് വീണ്ടും നമ്മൾ കപ്പ് ഇതുപോലെയാണ് കപ്പ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഓവൽ ഷേപ്പ് വീണ്ടും എടുക്കുകയാണ്. ഇവിടുന്ന് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തു, ഇവിടുന്ന് നമ്മൾ സർക്കിൾ സെലക്ട് ചെയ്തു, ഇങ്ങനെ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിനൊരു ബോർഡർ ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഒരു ബോർഡർ കൊടുത്തതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കത് മാറ്റാൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഏതായിരുന്നു? ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് സ്ട്രോക്ക് പെയിന്റ് എന്നുള്ളത് ഇവിടെ നോ പെയിന്റ് കൊടുത്താൽ ആ ബോർഡർ പോകും അവിടുന്ന്. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, നമ്മൾക്ക് തിയറി ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഇവിടെയുള്ള ഈ ഒരു ക്ലോസ് ബട്ടൺ, ഈ കളർ പാറ്റേണിന്റെ എവിടെയുള്ള ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് ഇതിനുള്ളിലുള്ള കളർ പോകും. കണ്ടോ, ഈ ഒരു ബോർഡർ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ കളർ കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ഒരു ബോർഡർ പോയിട്ടുണ്ടാവും. കണ്ടോ, ആ ബോർഡർ അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇനി നമ്മൾ വേണ്ട രൂപത്തിൽ ഈ ഒരു കപ്പിൻ്റെ എങ്ങനെയാണോ നമുക്ക് കപ്പ് വേണ്ടത് ആ രൂപത്തിൽ അതിനാക്കി മാറ്റി. ഇനി നമ്മളോട് പറഞ്ഞതുപോലെ ഇവിടെ ഒരു റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് ഇവിടെയും കൊടുക്കുന്നത്. ആ റേഡിയൽ ഗ്രേഡിയൻ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നു. ഇവിടെ നാലാമത്തെ ഓപ്ഷൻ എടുത്തു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഈ ഒരു സർക്കിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വേണ്ട ഒരു കളർ കൊടുത്തു. ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡ്, അത് നമുക്കൊരു 3D മോഡലിലാക്കി മാറ്റണം. അപ്പോൾ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടേതായ രീതിയിൽ അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യണം. നമ്മൾ വേറെ തന്നെ ഒരു കളറിൽ ഒരു സർക്കിളും കൂടി ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഞാൻ മുകളിലായിട്ട് എങ്ങനെയാണോ നമുക്ക് അതിൻ്റെ കപ്പിൻ്റെ ഭാഗം വരേണ്ടത് അങ്ങനെ അതിനെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഭാഗം എങ്ങനെ, അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ വെച്ച ഭാഗം ഇങ്ങനെ ഈ ഒരു സർക്കിളിൻ്റെ ഭാഗം കട്ട് ചെയ്ത് പോകണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സർക്കിൾ ആദ്യം സെലക്ട് ചെയ്തു, കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഈ സർക്കിളും കൂടി സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യാം, ഇങ്ങനെ സെലക്ട് ചെയ്യാം. അത് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാത്ത് മെനുവിലെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഇവിടെ ഇതാണ്ട് ഈ ഭാഗത്തുള്ള സർക്കിൾ പോയിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊരു സർക്കിൾ ഡ്രോ ചെയ്യണം. ഇതവിടെ ഇങ്ങനെ തന്നിരിക്കുന്ന പോലെ ഒരു സർക്കിൾ ഡ്രോ ചെയ്യണം. അതിനായിട്ട് വീണ്ടും സർക്കിൾ ടൂൾ എടുത്തു. ഈ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രോ ചെയ്തിട്ട് വേറൊരു സർക്കിളും കൂടി ഉണ്ടാക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു, അതിനൊരു വൈറ്റ് കളർ കൊടുക്കുന്നു. എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കുന്നു. ഞാൻ ഒരു വൈറ്റ് സർക്കിൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം വരച്ച സർക്കിളിന് ബോർഡർ കൊടുത്തിട്ട് ഉള്ളിൽ ബോർഡർ ഒരു മെറൂൺ കൊടുത്തിട്ട് ഉള്ളിൽ വൈറ്റ് കൊടുത്താലും മതി. ഏതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തോന്നുന്ന ആ രീതിയിൽ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തൊരു ചായ നിറച്ചതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സർക്കിളും കൂടി അതിനുള്ളിൽ ഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സർക്കിളും കൂടി എഡിറ്റിൽ ഇവിടെ റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അതിലൊരു ചായയുടെ കളർ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ അതിനെ ഒന്ന് ചെറുതാക്കുന്നു. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അപ്പം ഇങ്ങനെ നമ്മളൊരു കപ്പ് ഡ്രോ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിന് കുറച്ചും കൂടി താഴത്ത് അവിടെ ഇനി നമുക്ക് അടുത്ത വേണ്ടത് ഇതിനൊരു ഹാൻഡിലാണ്. അപ്പോൾ ഹാൻഡിൽ ഡ്രോ ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നതുപോലെ 2 സർക്കിൾ ഡ്രോ ചെയ്യണം. അപ്പം അതിനായിട്ട് വീണ്ടും സർക്കിൾ ഡ്രോ ചെയ്യുന്നു. ആദ്യത്തെ സർക്കിൾ മെറൂൺ കളറാണ്, മെറൂൺ കളർ കൊടുത്തു. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റിൽ അടുത്തൊരു സർക്കിളും കൂടി ഡ്രോ ചെയ്യാം.
അപ്പം അതിനൊരു വേറെ കളർ കൊടുക്കുകയാണ്. നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഹാൻഡിലായിട്ട് വരിക. അപ്പോൾ അതെങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. മെറൂണിൻ്റെ ഈ ഒരു പാർട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇത് 2 സർക്കിൾ ഒരുമിച്ച് സെലക്ട് ചെയ്തു. പാത്തിൽ ഡിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സർക്കിളിന് ഇത്രയും ഭാഗം മതി, ഈ ഒരു ഭാഗം മാത്രം മതി. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഒരു സർക്കിളും കൂടി ഡ്രോ ചെയ്തിട്ട് വീണ്ടും ഡിഫറൻസ് യൂസ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഒരു സർക്കിൾ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ കപ്പിൻ്റെ ഹാൻഡിൽ വേണ്ടത് അതുപോലെ ഇവിടെ സർക്കിൾ ഡ്രോ ചെയ്യാം. അതിനുശേഷം ഷിഫ്റ്റ് കീ യൂസ് ചെയ്തിട്ട് 2 സർക്കിളും സെലക്ട് ചെയ്തു. ഇതും സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇതും സെലക്ട് ആയിട്ടുണ്ട്. ഇനി പാത്തിൽ ഡിഫറൻസ്. അപ്പോൾ നമുക്കൊരു ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേണ്ട രൂപത്തിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് വലുതാക്കിയിട്ട് ഇവിടെ വെക്കുന്നു. അതുപോലെ ഇതൊന്ന് ഇനി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, കുറച്ച് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ആരോസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് വേണ്ട രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, പുറകിലേക്ക് ആക്കണം. അതിനായിട്ട് ഇത് സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ എൻഡ് കീ പ്രസ് ചെയ്താലും മതി. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടത് കപ്പിൻ്റെതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇതൊന്ന് സെലക്ട് ചെയ്തു, ഫുള്ളായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുത്തു. അപ്പോൾ ഇതിനെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവെക്കാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഇതിൽ നിന്ന് ഒരു ആവി പറക്കുന്നത് പോലെ ഒരു പിക്ചർ ആക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കാലിഗ്രാഫിക് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ 3 വെർട്ടിക്കൽ ലൈൻസ് ആണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതെടുക്കുക. അതിനായിട്ട് കാലിഗ്രാഫിക് ടൂൾ എടുക്കുന്നു. ഇതാണ് ഡ്രോ കാലിഗ്രാഫിക് എന്നുള്ളത്. അതെടുത്തു. ഈ ഒരു കളറാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 3 ലൈൻ ഇവിടെ ഡ്രോ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ 3 ലൈനെ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ 3 ലൈൻ ഒന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അടുത്തത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിലെ ബ്ലർ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നു. ഇവിടെയുള്ള ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ്ട് ഇത് ബ്ലർ ആയിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ബ്ലർ ചെയ്യണമെങ്കിൽ ബ്ലർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആക്കി നമ്മളോട് പറഞ്ഞതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ബ്ലർ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അടുത്ത കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴെയായിട്ട് ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്നുള്ളത് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയറിൽ ആണ് ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്ന് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു സ്ക്വയർ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യണം. ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്ത്, ഇത് സെലക്ട് ആയിട്ടില്ല. ഇനി ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുന്നു. നമുക്കിതിനെ ഒന്ന് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുകയും ചെയ്യാം. നമ്മുടെ കപ്പ് ആൻഡ് സോസർ റെഡി ആയിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ക്വയർ ആണ് നമുക്കിവിടെ ഡ്രോ ചെയ്യേണ്ടത്. ഇവിടെ സ്ക്വയർ ടൂൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ഒരു ഗ്രീൻ ഷെയ്ഡിൽ ലൈറ്റ് ഗ്രീൻ ആയിട്ടാണ് ആ ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നു. ഗ്രീൻ ഷെയ്ഡ് എടുത്തു. ഇവിടെ ജസ്റ്റ് അതിലെ ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്നുള്ളതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് നമുക്ക് വേണമെങ്കിൽ, ഇവിടെയാണ് ഈ കളറാണ് മാറിയത്, ഒന്ന്
നമുക്ക് പഴയതിലേക്ക് പോകാൻ അൺഡു അടിച്ചാൽ മതി. റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്നുള്ളത് എല്ലാത്തിനെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. അപ്പോൾ അങ്ങനെ തന്നെ കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്തു. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ തൊട്ട് മുകളിലായിട്ട് ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അലൈൻ സെൻറ്റർ കൊടുത്തു. അതുപോലെ ഇവിടെ ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം, ബോൾഡ് എന്ന് കൊടുത്തു. അതുപോലെ സൈസ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിനൊരു ഗ്രീൻ ഷെയ്ഡ് കളർ കൊടുക്കുന്നു. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് വലുതാക്കി കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിനൊരു ഷാഡോ പോലെ ഒരു എഫക്റ്റ് ഇവിടെ കാണാം. അപ്പോൾ ആ ഷാഡോ പോലെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ടെക്സ്റ്റ് കാണാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ബ്ലാക്ക് കൊടുത്തു. ആദ്യത്തത് ബ്ലാക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നമുക്ക് വേണ്ട സൈസിൽ അതിനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റും കൂടി വന്നിട്ടുണ്ട്. അതിനെ നമ്മളൊരു ഗ്രീൻ കളർ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഈ ആരോ കീ പ്രസ് ചെയ്തിട്ട് ഒന്ന് സൈഡിലേക്ക് ആക്കുന്നു. അപ്പോൾ അതൊരു 3D എഫക്റ്റ് പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡല്ല, കുറച്ചും കൂടി ഒരു ഗ്രീൻ കളർ, കുറച്ചും കൂടി ലൈറ്റ് ഗ്രീൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്നത് സെലക്ട് ചെയ്യാം. ഗ്രീൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് അങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാം കേട്ടോ. ഓക്കെ, ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ആക്കി മാറ്റാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു ഹാഫ് സർക്കിൾ ഡ്രോ ചെയ്യാനാണ്. അപ്പോൾ ഇത് ഗ്രൂപ്പ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു, അതും കൂടി ചെയ്യാം. ഇവിടെ നമ്മൾ ഇതൊന്ന് സെലക്ട് ചെയ്തു. ഇത് രണ്ട് സെലക്ട് ആയിട്ടുള്ള സ്ക്വയർ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സർക്കിൾ ഡ്രോ ചെയ്യാണ്. അപ്പം അതിനായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലുള്ളൊരു സർക്കിൾ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സർക്കിൾ ഫുള്ളായിട്ട് നമുക്ക് വേണ്ട ഹാഫ് സർക്കിളാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിൽ 180 എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്യുമ്പം സർക്കിളിൻ്റെ ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എൻഡ് എന്ന് കാണാം. അപ്പോൾ ഈ സ്റ്റാർട്ട് എന്നുള്ളിടത്ത് ഈ വാല്യൂ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് 180 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കുടുംബശ്രീ ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ്. അത് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ റെഡ് കളറിൽ നമ്മൾ കുടുംബശ്രീ ഇനിഷ്യേറ്റീവ് എന്ന് കൊടുക്കുന്നു. കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്നുള്ളത് കൊടുത്തു. വേണമെങ്കിൽ ഇത് ബോൾഡ് ആക്കാം. അതുപോലെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. റെഡ് കളർ കൊടുത്തു. ഇനി ഇതിനെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്ത്, ഈ ടെക്സ്റ്റിലെ പുട്ട് ഓൺ പാത്ത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഈ ഒരു ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഇവിടെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്യുക. സർക്കിൾ മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് വലുതാക്കിയാൽ ആ പ്രശ്നം അവിടെ സോൾവ് ആക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ടെക്സ്റ്റ് മാത്രമാണ്. അപ്പോൾ ഈ ടെക്സ്റ്റിനെ നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. ഈ ഒരു സർക്കിളിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ സർക്കിളിനെ ജസ്റ്റ് ഹൈഡ് ചെയ്യുക. അതിനായിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നു. ഇതിൽ ഫില്ല് എന്നുള്ളത് എന്ത് ചെയ്യുക, നോ പെയിന്റ് ഇത് കൊടുക്കുന്നു. ഇനി നമുക്കിത് എവിടെയാണോ വേണ്ടത് അവിടേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പിക്ചറിനെ ഒരു സ്ക്വയറിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സ്ക്വയർ ഡ്രോ ചെയ്യുന്നു. ജസ്റ്റ് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കും നമ്മൾ. അതിനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട്
ഇതിനകത്ത് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ബ്ലാക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട്. ഇവിടെ സ്ട്രോക്ക് സ്റ്റൈലിൽ ആകെ 0 പോയിന്റേ ഉള്ളൂ. വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ സ്ക്വയറിലേക്ക് നമ്മൾ ഈ ഒരു സർക്കിളിനെ ഈ പറഞ്ഞതിനെല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുന്നു. ഇതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കിത് കാണുന്നില്ല. അപ്പോൾ ഇതിനെ മുകളിലേക്ക് ആക്കണം. ഒബ്ജക്റ്റിൽ റേസ് ടു ടോപ്പ് കൊടുക്കുക. ഏറ്റവും മുന്നിലേക്ക് ആക്കാൻ വേണ്ടി റേസ് ടു ടോപ്പ് കൊടുത്തു. നമുക്ക് വേണ്ട രീതിയിൽ ഈ സ്ക്വയറിനെ ഇവിടെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ അതിനെ സ്ക്വയറിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ചില സമയത്ത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആരോ കീ യൂസ് ചെയ്തിട്ടും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുത്തു. ഇപ്പോൾ ഇത് മൊത്തത്തിലൊരു പിക്ചറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പിക്ചർ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ഫയൽ ഇമ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ ഫയൽ ഇമ്പോർട്ട് എന്നുള്ളത് എടുക്കുന്നു. ഫയലിൽ ഇമ്പോർട്ട് എന്നുള്ളത് എടുക്കുന്നു. ഇവിടെ ഹോം എടുക്കുന്നു. ഇവിടെ മൂന്നാമതുള്ള ഹോം. അവിടെ സ്കൂൾ റിസോഴ്സസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ സ്റ്റാൻഡേർഡ് 10 എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇതിൽ നമുക്ക് ഏത് പിക്ചറാണോ വേണ്ടത് ആ പിക്ചർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ആ പിക്ചർ സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ പിക്ചർ ഇവിടെ വന്നു. ഇതിനെ വേണ്ട രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യും നമുക്ക്. എന്നിട്ട് ഈ ഒരു പിക്ചറിനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ പിക്ചറിനെ നമുക്ക് ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേ പിക്ചറിനെ സെലക്ട് ചെയ്തിട്ട് റൈസ് ടു ടോപ്പ് ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് തന്നതുപോലെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി റെയിൻബോ കോഫി ഷോപ്പ് എന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനത്തും കൂടി ഇവിടെ കൊടുക്കാവുന്നതാണ്. വേണ്ടത് ഒരു ബ്ലൂ, ലൈറ്റ് ബ്ലൂ കളറിലാണ്. അപ്പോൾ അവിടെ ലൈറ്റ് ബ്ലൂ സെലക്ട് ചെയ്തു. നമുക്ക് കുറച്ചും കൂടി കാണുന്ന രീതിയിലാക്കണമെങ്കിൽ ആ ഒരു കളർ വേറെ ഷെയ്ഡ് സെലക്ട് ചെയ്യാവുന്ന അവിടുന്ന്. ഇവിടെയും ചെറുതായിട്ടൊരു ഷെയ്ഡിങ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ബ്ലാക്ക് കൊടുക്കുന്നു ഇവിടെ. അതിനുശേഷം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനൊരു ബ്ലൂ കളർ കൊടുക്കാം. അത് ജസ്റ്റ് നമ്മൾ ആരോ കീ യൂസ് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ മൊത്തത്തിലൊന്ന് ഗ്രൂപ്പ് ചെയ്യുക. സെലക്ട് ചെയ്യുന്നു. ഫുള്ളായിട്ട് സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബാനർ. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇത് സേവ് ചെയ്യാനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ് സ്റ്റുഡൻസ് വർക്ക്സ് 10 നമ്മളുടെ ഒരു പേര് നെയിം കൊടുത്തു. നെയിം കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഇത് SVG ഫോർമാറ്റിലാണ് ഇത് സേവ് ആയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു PNG ഫോർമാറ്റിലാണ് സേവ് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് PNG ഇമേജ്. അപ്പോൾ ഈ സെലക്ട് ചെയ്തതാണ് PNG ഇമേജ് ആവും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു സ്ക്വയറിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അത് മാത്രമായിരിക്കും വരിക. അപ്പോൾ നമ്മൾ എന്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതാണ് PNG ഇമേജ് ആയിട്ട് വരിക. അതിനായിട്ട് ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് കൊടുത്തു. ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ആസ് എന്നുള്ളിടത്ത് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റുഡൻസ് വർക്ക്സ് 10 MKH തന്നെ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുന്നു. അവിടെ ആ പാത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മളിത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് എന്ന് കൊടുത്തു. ഓക്കെ, നമ്മളിത് ചെയ്തതൊന്ന് നോക്കാം. അപ്പം അതിനായിട്ട് പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 9 ഉണ്ട്.
സ്റ്റുഡൻസ് വർക്ക്സ് 10 എടുക്കുന്നു. ഇവിടെ ഇതാണ് നമ്മൾ ചെയ്തു വെച്ച SVG ഫയൽ. PNG ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്, SVG ഇങ്ങനെ കുറച്ച് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് SVG ഫോർമാറ്റിൽ സേവ് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഫയലില് ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ്. ആ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഷോ പേജ് ബോർഡർ എന്നുള്ളത് ടിക്ക് ഇടുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഈ ഒരു ഭാഗത്തുള്ള ഇത്രയും ഭാഗം, ഈ ബോർഡറിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് SVGയിൽ അവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ചെയ്തത് ഫുള്ളായിട്ട് വരണം, SVGയിൽ സേവ് ചെയ്യുമ്പോൾ വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റീസൈസ് പേജ് ടു കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റീസൈസ് പേജ് ടു ഡ്രോയിങ് ഓർ സെലക്ഷൻ എന്നുള്ളത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മൾ ഡ്രോ ചെയ്ത ആ ഒരു ഇമേജിന് ചുറ്റുമായിട്ടാണ് ഇപ്പൊ പേജ് ബോർഡർ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് സേവ് ചെയ്യാണ്. സേവ് ആസ് കൊടുത്തു, ഞാൻ നേരത്തെ കൊടുത്ത MKH എന്നാണ്, ഒരു MMO എന്ന് കൊടുത്തു, സേവ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഇതാണ്ട് MMO എന്ന് പറഞ്ഞ പുതിയ ഫയൽ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ സേവ് ചെയ്ത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.